بسم الله الرحمن الرحيم وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. ബഹുമാന്യരായ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ വളരെ ഹ്രസ്വവും പരിമിതവുമായ ഈ ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് ആമുഖമായി ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഇസ്ലാം പൂർത്തീകരിക്കപ്പെട്ടതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിൻ്റെ പൂർത്തീകരണത്തിന് ശേഷമാണ് വിട പറഞ്ഞു പോയിട്ടുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പേ അനേകം പ്രവാചകന്മാർ വന്നിരുന്നു. അതിൻ്റെ തുടർച്ചയായി അവസാനത്തിൽ വന്ന പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ത്യപ്രവാചകൻ ഇസ്ലാം പൂർത്തീകരിച്ചതോടുകൂടി അവിടെ മുതൽ ഇനി ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് മാർഗദർശനം നൽകുന്നതായി വിശുദ്ധ ഖുർആനേ ഉള്ളൂ. അത് പരിപൂർണമായും എല്ലാ ജനങ്ങൾക്കും, ഏത് കാലഘട്ടത്തിൽ ജനിച്ച് ജീവിച്ചു പോകുന്ന ജനങ്ങൾക്കും മാർഗദർശനം നൽകുന്നതുമാണ്. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ് സൂറത്തുൽ മാഇദയിൽ, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുകയാണ്. അള്ളാഹു പറയുകയാണ് പ്രവാചകനിലൂടെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, പൂർണ്ണമായിരിക്കുന്നു. എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ നിറവേറ്റി തരികയും ചെയ്തിരിക്കുന്നു. മതമായി ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് നൽകുകയും ചെയ്തിരിക്കുന്നു. ഇസ്ലാമിനെ അള്ളാഹു മതമായിട്ട് പരിപൂർണമായും തൃപ്തിപ്പെട്ട് നൽകിയിരിക്കുന്നു. ഇസ്ലാം എന്ന് പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയും പ്രവാചകന്റെ അനുചരന്മാർ പ്രവാചകനിലൂടെ കണ്ടു പഠിക്കുകയും ചെയ്ത വിശ്വാസ ആചാര അനുഷ്ഠാന കർമ്മങ്ങളാണ്. ആ ഇസ്ലാം അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. മാത്രമല്ല, അങ്ങനെ ഇസ്ലാം പുൽകുന്ന, ഇസ്ലാം ഉൾക്കൊണ്ട് ജീവിക്കാൻ തയ്യാറാകുന്ന ആളുകളെ അള്ളാഹു അനുഗ്രഹിച്ചിരിക്കുന്നു എന്നും ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അള്ളാഹു ഇസ്ലാമിനെ പൂർത്തീകരിച്ചു കഴിഞ്ഞതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു ലൈസ ശൈഇൻ യുഖർരിബുകും ഇലൽ ജന്നതി ഇല്ലാ ഖദ് അമർതുകും ബിഹി. സ്വർഗത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന ഒന്നും നിങ്ങളോട് കൽപ്പിക്കാതെ ഞാൻ വിട്ടുപോയിട്ടില്ല. നമ്മൾക്ക് സ്വർഗത്തിലെത്താവുന്ന എന്തൊക്കെ അനുഷ്ഠാന ആചാര വിശ്വാസങ്ങളുണ്ടോ അതത്രയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകൻ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്, പ്രവാചകൻ അനുവദിച്ചിട്ടുണ്ട്, പ്രവാചകൻ മൗനമായി സമ്മതിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ മാത്രമായിരിക്കും ഇസ്ലാം. സ്വർഗത്തിലേക്ക് നമുക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ നമ്മൾ സ്വർഗത്തിലെത്താൻ ആവശ്യമായത് അത്രയും പരിപൂർണമായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വലൈസ ശൈഉൻ യുഖർരിബുകും ഇലന്നാരി ഇല്ലാ ഖദ് നഹൈതുകും അൻഹു. നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന എല്ലാ കാര്യങ്ങളും, നരകത്തിലേക്ക് എത്തിപ്പെട്ടു പോകാൻ സാധ്യതയുള്ള അത്രയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയിട്ടുമുണ്ട്. കൃത്യമാണ് ഇസ്ലാം, പൂർണ്ണമാണ് ഇസ്ലാം. നമ്മൾ നരകത്തിലേക്ക് എത്തിപ്പെടുന്നത് എന്തുണ്ടോ അതത്രയും പ്രവാചകൻ വിലക്കിയിട്ടുണ്ട്. നമുക്ക് സ്വർഗത്തിലെത്താൻ എന്തൊക്കെ ആവശ്യമുണ്ടോ അതത്രയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ
പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞു, വസതഫ്തരിഖു ഹാദിഹിൽ ഉമ്മ അലാ 73 ഫിർഖത്തൻ കുല്ലുഹാ ഫിന്നാരി ഇല്ലാ വാഹിദ. ഈ ഉമ്മത്ത്, ഈ വിഭാഗം, ഈ സമുദായം അവസാന പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ദീനായി നൽകിയതെന്തോ ആ ദീൻ ഉൾക്കൊള്ളുന്ന സമൂഹം, സമുദായം കാലാന്തരത്തിൽ 73 വിഭാഗങ്ങളായി പിരിയുന്നതാണ്. എല്ലാം നരകത്തിലുമായിരിക്കും ഇല്ലാ വാഹിദ. അപ്പൊ അത് കേട്ടപ്പോ സഹാബികൾ ചോദിക്കുകയാണ്, പ്രവാചകരെ മൻ ഹിയ യാ റസൂലല്ലാഹ്, ആരാണ് ആ സ്വർഗാവകാശികൾ? പ്രവാചകൻ പറയുകയാണ്, ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ കാന അലാ മിസ്ലി മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബികളും ഏതെന്താണോ ദീനായി അനുവർത്തിച്ചിരിക്കുന്നത് അത് അത് ഉൾക്കൊള്ളുന്ന, അതിൽ സായുജ്യമടയുന്ന, അതിൽ തൃപ്തിപ്പെടുന്ന വിഭാഗമായിരിക്കും സ്വർഗാവകാശികൾ. മറ്റ് 72 വിഭാഗവും അല്ലെങ്കിൽ എത്രയെത്ര കക്ഷികൾ ഭിന്നിച്ചു പോയോ അതെല്ലാം നരകത്തിന്റെ പേരിൽ നരകാവകാശികളായി തീരും. ഇസ്ലാമിന്റെ പേരിൽ സംഘടിച്ചവരായിരിക്കും അത്. അവരുടെ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ രൂപഭാവങ്ങൾ അവരിലുണ്ടായേക്കാം. അവർ പറയുന്ന കാര്യങ്ങളിൽ ഖുർആൻ വചനങ്ങൾ ഉണ്ടാവാം, അവർ പറയുന്ന കാര്യങ്ങളിൽ പ്രവാചക വചനങ്ങൾ ഉണ്ടാവാം, അവർക്ക് ഒരുപാട് അനുയായികൾ ഉണ്ടാവാം, അവർക്ക് ഒരുപാട് സാമ്പത്തിക സൗകര്യങ്ങൾ ഉണ്ടാവാം, അവർ നാടുകളിൽ, രാജ്യങ്ങളിൽ, രാജ്യാന്തരങ്ങളിൽ പ്രശസ്തരായിരിക്കാം. പക്ഷേ ഇസ്ലാം എന്നത് പ്രവാചകന്റെ ചര്യ ഉൾക്കൊള്ളുന്നത് ജീവിക്കുന്നവർക്ക് മാത്രമാണ് മുസ്ലിം. ഇസ്ലാം എന്നത് പ്രവാചകൻ പഠിപ്പിച്ച കാര്യം മാത്രമാണ്. വേഷഭൂഷാദികളോ അവർ പറയുന്ന കാര്യങ്ങളോ മറ്റാരെങ്കിലും പറയുന്ന കാര്യങ്ങളോ സുന്നത്തിന് വിരുദ്ധമായി പറയുന്ന കാര്യങ്ങളോ അല്ല ഇസ്ലാം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യതയോടെ നമ്മെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസിൽ പറയുന്നു, ഫദാലികുമുല്ലാഹു റബ്ബുകുമുൽ ഹഖ് ഫമാദാ ബഅദൽ ഹഖ് ഇല്ലാ ളലാൽ ഫഅന്നാ തുസ്റഫൂൻ. അവനാണ് നിങ്ങളുടെ രക്ഷിതാവ്, യഥാർത്ഥ രക്ഷിതാവ് അവല്ലാഹു അവനാണ്. എന്നിരിക്കെ യാഥാർത്ഥ്യമായിട്ടുള്ളതിന് പുറമേയുള്ളത് വഴികേടായിരിക്കുമല്ലോ. ഒന്ന് യാഥാർത്ഥ്യമായിട്ടുണ്ടാവുമെങ്കിൽ അതിന് പുറമേയുള്ളതൊക്കെ വഴികേടാണ്. പ്രവാചകൻ ഒന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രവാചകന്റെ ആ പാഠം ഉൾക്കൊണ്ട് ജീവിതത്തെ ക്രമീകരിച്ച അനേകം സ്വഹാബിവര്യന്മാർ നമുക്ക് മാതൃകയായിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്. അതിനപ്പുറം പോകുന്നതൊക്കെ വഴികേടാണ്. ഖുർആൻ സൂചിപ്പിക്കുന്നു, അല്ലാഹു എന്ന ഒരു യഥാർത്ഥ രക്ഷിതാവ് ഉണ്ടായിരിക്കെ യഥാർത്ഥമായ ഒന്നിന് പുറമേയുള്ളതൊക്കെയും വഴികേടാകുന്നു കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ തെറ്റിപ്പോകുന്നത് എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പറയുകയാണ് സൂറത്തുൽ അൻആമിൽ, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹ്, അതാണ് എന്റെ നേരായ പാത, നിങ്ങൾ അത് പിന്തുടരണം. എന്റെ കൃത്യമായ നേരായ പാതയാകുന്നു അത് നിങ്ങൾ കൃത്യതയോടെ പിന്തുടരണം. വലാ തത്തബിഉസ് സുബുല ഫതഫറഖ ബികും അൻ സബീലിഹി, മറ്റു മാർഗങ്ങൾ നിങ്ങൾ പിന്തുടരല്ലേ, അവയൊക്കെ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ ചിതറിച്ചു കളയും, നിങ്ങളെ തെറ്റിപ്പിച്ചു കളയും. ദാലികും വസാകും ബിഹി ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കാൻ വേണ്ടി അവൻ നിങ്ങൾക്ക് നൽകിയ ഉപദേശമാണ്. നമ്മൾ സൂക്ഷ്മതയോടെ ജീവിച്ചെങ്കിലേ നമുക്ക് സ്വർഗം ലഭിക്കുകയുള്ളൂ. നമ്മൾ സൂക്ഷ്മതയോടെ ജീവിക്കാൻ വേണ്ടിയാണ് ഈ സത്യസന്ദേശം നമ്മിലേക്ക് പകർന്നു നൽകിയിരിക്കുന്നത്. എന്താണ് ആ സത്യസന്ദേശം? പ്രവാചകൻ കാണിച്ചു തന്ന മാതൃക, അള്ളാഹു അവതരിപ്പിച്ചു തന്ന ഇസ്ലാം, അതാണ് സത്യം. മറ്റു മാർഗങ്ങളിലേക്ക് നിങ്ങൾ പഴിതിരിഞ്ഞു പോവരുത്, അതൊക്കെ നിങ്ങളെ ചിന്ന ഭിന്നമാക്കി കളയും, നരകത്തിലേക്ക് എത്തിച്ചു കളയുമെന്നും വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ നിസായിൽ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ അത്തിയുല്ലാഹ വഅത്തിയുർ റസൂല വഉലിൽ അംരി മിൻകും, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവെ അനുസരിക്കണേ. സത്യവിശ്വാസികളോടാ പറയുന്നത്, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണേ എന്ന്.
സത്യവിശ്വാസികളാരാ? അള്ളാഹുവിനെ അനുസരിക്കുന്നവരാണ്, പ്രവാചകരെ അനുസരിക്കുന്നവരാണ്. എന്നിട്ടും സത്യവിശ്വാസികളോട് പറയുകയാണ്, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണേ. അള്ളാഹുവിന്റെ ദൂതരെയും നിങ്ങൾ അനുസരിക്കണം. നിങ്ങളിൽ നിന്നുള്ള കർത്താക്കളെയും നിങ്ങൾ അനുസരിക്കണം. നമ്മളിൽ നിന്നുള്ള കർത്താക്കൾ ഒരു വീട്ടിലാകുമ്പോ ഗൃഹനാഥൻ, ഭാര്യയ്ക്ക് ഭർത്താവ്, മക്കൾക്ക് പിതാവ്. ഒരു സമൂഹത്തിലാകുമ്പോൾ അവിടുത്തെ സമൂഹത്തിൽ നിൽക്കുന്ന അത് പഞ്ചായത്ത് പ്രസിഡന്റ്, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ചെയർമാൻ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ, അല്ലെങ്കിൽ ഒരു സംഘടനയിലാണെങ്കിൽ സംഘടനയുടെ പ്രസിഡന്റ്, സെക്രട്ടറി. അത്തരത്തിൽ നമുക്ക് നേതൃത്വം നൽകുന്ന ആരൊക്കെയുണ്ടോ അവരെയും നമ്മൾ അനുസരിക്കണം. ആരെ? അള്ളാഹുവിനെ അനുസരിക്കണം, പ്രവാചകരെ അനുസരിക്കണം. നിങ്ങളെ നിയന്ത്രിക്കുന്ന, നിങ്ങൾക്ക് നേതൃത്വം നൽകുന്ന, നിങ്ങളെ സംരക്ഷിക്കുന്ന ആളുകളെയും നിങ്ങൾ അനുസരിക്കണം. എന്നിട്ട് ഖുർആൻ സൂചിപ്പിക്കുകയാണ്, ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. ഇനി വല്ല കാര്യത്തിലും ഭിന്നത ഉണ്ടാവുകയാണെങ്കിൽ, അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയാണെങ്കിൽ, നിങ്ങൾക്കിടയിൽ അത്തരത്തിൽ ഭിന്നത വരുമ്പോൾ നിങ്ങളത് അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കണം. എന്ത്? നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം ദീനിന്റെ കാര്യത്തിൽ, നിങ്ങൾ പ്രവാചകനെ അനുസരിക്കണം ദീനിന്റെ കാര്യത്തിൽ. നമുക്ക് നേതൃത്വം നൽകുന്ന ആളുകളെ ഇസ്ലാം ഉൾക്കൊള്ളുന്ന കാര്യങ്ങളിലൂടെ, അല്ലെങ്കിൽ ഇസ്ലാം വിരോധിക്കാത്ത കാര്യങ്ങൾ നമ്മൾ തെരഞ്ഞെടുത്ത, നമ്മളെ നിയന്ത്രിക്കുന്ന അധികാരികൾ നമ്മോട് പറയുകയാണെങ്കിൽ അതും നമ്മൾ അനുസരിക്കണം. ഇല്ലാതെയാകുമ്പോൾ ആ സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ വരും, അശാന്തി ഉണ്ടാകും. അനുസരണക്കേട് വലിയൊരു പ്രയാസമാണ്, പാതകമാണ്. അതുകൊണ്ട് തന്നെ സമൂഹം നല്ല നിലയിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലൂടെ പോകണമെങ്കിൽ കർത്താക്കളെ കൂടി നിങ്ങൾ അനുസരിക്കണം. എന്നാൽ ഒരഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ട്, ഇസ്ലാമിന്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ നിങ്ങൾ അള്ളാഹുവിലേക്കും റസൂലിലേക്കും തിരിച്ചു പോകണം. അവിടെ കർത്താക്കളിലേക്ക് തിരിച്ചു പോകണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. കർത്താക്കൾ പല കോലത്തിലുള്ളവരാവാം, പല താല്പര്യമുള്ളവരാവാം. അതുകൊണ്ട് തന്നെ ദീനിന്റെ കാര്യം പറയാൻ കർത്താക്കളല്ല വേണ്ടത്, ഖുർആനും സുന്നത്തുമാണ് വേണ്ടത്. അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടങ്ങുക. ഇൻ കുന്തും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ദാലിക ഖൈറുൻ വഅഹ്സനു തഅ്വീലാ. നിങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കേട്ടോ, അതാണ് ഉത്തമം, അതാണ് ഏറ്റവും നല്ല പര്യവസാനം നൽകുന്നതും. അപ്പോ ഏറ്റവും ഉത്തമമായത് എന്താണ്? ഏറ്റവും നല്ല പര്യവസാനം നമുക്ക് ഈമാനോടുകൂടെ സന്തോഷത്തോടെ മരിക്കാൻ, സ്വർഗം നേടാനുള്ള പര്യവസാനത്തിന് ഹേതുവാകുന്നത് എന്താണ്? അത് ഖുർആനിലേക്കും സുന്നത്തിലേക്കും തിരിച്ചു പോകുക എന്നുള്ളതാണ് എന്നും വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. ഒരു ബിദ്അത്ത് എന്നാൽ ഇസ്ലാമിൽ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ലാത്ത, ഇസ്ലാമിന്റെ ആദ്യകാലത്തെ ആളുകൾക്കൊന്നും പരിചയമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം ഇസ്ലാമിലേക്ക് വരികയാണെങ്കിലോ, ഐസാ റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ അഹദ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ഈ ഇസ്ലാമിന്റെ കാര്യത്തിൽ അതിലില്ലാത്ത, അതായത് അള്ളാഹുവിന്റെ ദീനിന്റെ ഭാഗമല്ലാത്ത വല്ല ബിദ്അത്തും പുതിയതും ആരെങ്കിലും കൊണ്ടുവന്നാൽ തള്ളിക്കളയണമത്. അതിനെന്ത് പേരുണ്ടായിട്ടും കാര്യമില്ല, അതിനെത്ര മൊഞ്ചുണ്ടായിട്ടും കാര്യമില്ല, അതിനെത്ര ആകർഷണീയത ഉണ്ടായിട്ടും കാര്യമില്ല, അതിന്റെ പുറമോടി ഭക്തി നിർഭരമാണെന്ന് തോന്നിപ്പിച്ചാലും കാര്യമില്ല. പുതിയതാണത്, അതുകൊണ്ട് തന്നെ അത് തള്ളണം. അതിന്റെ ഹദീസിന്റെ മറ്റു വിശദീകരണമായി മുസ്ലിം ഉദ്ധരിക്കുകയാണ്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ആരും നമ്മുടെ അഥവാ ഇസ്ലാമിന്റെ മാർഗനിർദ്ദേശപ്രകാരമല്ലാത്ത ഒരു പ്രവൃത്തി ചെയ്താൽ അത് അള്ളാഹു നിരസിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ എത്ര മെനക്കെട്ടിട്ടും കാര്യമില്ല, എത്ര ഭക്തി നിർഭരമായി പള്ളിയിൽ ഇരുന്നു കൊണ്ട് ആഘോഷിച്ചും ചുറ്റും ആചരിച്ചിട്ടും കാര്യമില്ല, പടച്ചവനെ തള്ളിക്കളയുക തന്നെ ചെയ്യും.
നമ്മളൊക്കെ ഖുതുബയിൽ നിങ്ങളൊക്കെ കേൾക്കുന്നതാണ്. പ്രവാചകൻ അദ്ദേഹത്തിന്റെ ഖുതുബയിൽ പ്രഭാഷണങ്ങളിലൊക്കെ തന്നെയും തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നു, അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ ഹദീസി കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു ബിദ്അത്തിൻ ദലാല. ഏറ്റവും നല്ല വാക്ക് അള്ളാഹുവിന്റെ വാക്കാണ്, പുസ്തകമാണ്, ഗ്രന്ഥമാണ്, ഖുർആനാണ്. ഏറ്റവും നല്ല വഴി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന വഴിയാണ്. എന്നിട്ട് പറയുന്നു, ഏറ്റവും മോശം കാര്യങ്ങൾ പുതുതായി ഉണ്ടാക്കിയ കാര്യങ്ങളാണ്. ഏറ്റവും നല്ല വഴി പ്രവാചകന്റെ വഴിയാണ്. ഏറ്റവും നല്ല വാക്ക് വിശുദ്ധ ഖുർആനാണ്. ഏറ്റവും മോശം വഴി അതിലില്ലാത്ത, അത് ആചരിക്കാത്ത, അത് പഠിപ്പിച്ചിട്ടില്ലാത്ത പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും മോശപ്പെട്ട വഴി, മോശപ്പെട്ടത്. വശറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു ബിദ്അത്തിൻ ദലാല. അത് ഓരോന്നും തിന്മ തന്നെയാണ്. അത് ബിദ്അത്ത് തിന്മ തന്നെയാണ്. പുതിയ കാര്യങ്ങളൊക്കെ തന്നെയും തിന്മയാണ്. നന്മയുടെ കൂട്ടത്തിൽ അതിന് ഉൾപ്പെടാനേ പാടില്ല എന്നും മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, സയകൂനു ഫീ ആഖിരി ഉമ്മത്തി ഉനാസുൻ യുഹദ്ദിസൂനകും മാ ലം തസ്മഉ അൻതും വലാ ആബാഉകും വഇയ്യാകും വഇയ്യാഹും. എന്റെ ഉമ്മത്തിന്റെ അവസാന കാലത്ത് നിങ്ങളോട് ചില ആളുകൾ വരും, ചിലതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കൾക്കും, അതായത് സത്യസരണിയിൽ ഉൾക്കൊണ്ട ആളുകൾക്ക് പരിചയമില്ലാത്ത, അവർ കേട്ടിട്ട് പോലുമില്ലാത്ത കാര്യങ്ങളായിരിക്കും അവർ പറയുക. പുതിയ ആചാരങ്ങൾ, പുതിയ അനുഷ്ഠാനങ്ങൾ, ബിദ്അത്തുകൾ. അതിനാൽ നിങ്ങൾ അവരോടും അവരുടെ കാര്യങ്ങളോടും സൂക്ഷിക്കണേ, ശ്രദ്ധിക്കണേ. പ്രവാചകൻ താക്കീത് ചെയ്താണ്. പിൽക്കാലത്ത് നമ്മുടെ സമുദായത്തിൽ അല്ലെങ്കിൽ മാതൃകയായി ഉണ്ടായിരുന്ന സച്ചരിതരായ ആളുകൾ പ്രാവർത്തികമാക്കിയ കാര്യങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കുന്ന കാര്യങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ വരും. അതിനെ സൂക്ഷിച്ചു കൊള്ളണേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയിരിക്കുന്നു. ഒന്ന് മനസ്സിലാക്കണം, പ്രവാചകൻ പഠിപ്പിച്ച ദീൻ അത് എക്കാലത്തും ഒരുപോലെയാണ്. നമസ്കാരം എക്കാലത്തും ഒരുപോലെയാണ്. നോമ്പും സക്കാത്തും അതുപോലെ മനുഷ്യന്മാർ തമ്മിലുള്ള സഹകരണവും ബന്ധവും, മാതാപിതാക്കളെ സ്നേഹിക്കേണ്ടതും, കുടുംബബന്ധം പുലർത്തലും ഒക്കെ എല്ലാം ഇസ്ലാം പഠിപ്പിച്ച ഒരു രീതിയുണ്ട്. അതിന്നും മാറ്റമില്ലാതെ തുടർന്നുകൊണ്ടിരിക്കും. ഏത് സമൂഹത്തിലും അത് ഉണ്ടാവുക തന്നെ ചെയ്യും. നമസ്കാരം പ്രവാചകൻ നമസ്കരിച്ചതുപോലെ തന്നെ നമ്മൾ ഇന്നും നമസ്കരിച്ചെങ്കിൽ മാത്രമേ പടച്ചോൻ സ്വീകരിക്കൂ. ഇനി കുറെ നൂറ്റാണ്ടുകൾക്ക് ശേഷം ലോകം വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിയാൽ പോലും ആ നമസ്കാരത്തിൽ ഒരു മാറ്റവും വരുത്താൻ ആർക്കും അധികാരമില്ല. ഇനി മാതാപിതാക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചെടുത്ത് ഖുർആൻ പറഞ്ഞതാ, വലാ തഖുൽ ലഹുമാ ഉഫിൻ, നിങ്ങൾ അവരോട് ഛേ എന്ന് പോലും പറയരുത്. പുതിയ കാലത്ത് പഴയതുപോലെ മാതാപിതാക്കളോട് വല്ലാത്ത ഒരു ഇഷ്ടം കുറഞ്ഞു വരികയാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. തന്തവൈബ് ഒക്കെ നമുക്കറിയാം, ആ ഭാഗത്തേക്കൊന്നും പോകണ്ട. ഇനി വരുന്ന നൂറ്റാണ്ടുകളിൽ ചിലപ്പോൾ ഇതിനേക്കാളേറെ ഭയാനകമായിരിക്കും. എന്നാൽ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അക്കാലത്തും വലാ തഖുൽ ലഹുമാ ഉഫിൻ പറയരുത്. മാതാപിതാക്കളോട് മുഷിഞ്ഞ ഒരു വാക്ക് പോലും, ഒരു നോട്ടം പോലും ഉണ്ടായിരുന്നത് എന്നുള്ളത് ഇസ്ലാമിന്റെ കൽപ്പനയാണ്. പറഞ്ഞു വരുന്നത്, ഏത് കാലത്തായാലും ഒരേ രീതിയിലാണ് ഇസ്ലാം ഉണ്ടാകുന്ന. ബിദ്അത്ത് അങ്ങനെയല്ല. ബിദ്അത്ത് പുതിയ ആചാരം അങ്ങനെയല്ല. അത് സന്ദർഭത്തിനനുസരിച്ച് ഇങ്ങനെ മാറി മാറി വരും, പല കോലത്തിൽ വരും. മുമ്പുണ്ടായിരുന്ന പോലെയല്ലല്ലോ പല ബിദ്അത്തുകളും ഇന്ന്. പ്രകടനങ്ങളായി, തോരണങ്ങളായി, അലങ്കാരങ്ങളായി, അങ്ങനെ തെരുവുകൾ നിറയെ ഒക്കെ പുതിയ ബിദ്അത്ത് ആചാരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യം കൂടി നാം ശ്രദ്ധിക്കണം. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നല്ലാഹ ഹജബ തൗബത അൻ കുല്ലി സാഹിബി ബിദ്അത്തിൻ ഹത്താ യദാ ബിദ്അതഹു. എല്ലാ ബിദ്അത്തിന്റെ ആളുകളുടെയും, എല്ലാ പുത്തൻ ആചാരങ്ങൾക്ക് പിന്നാലെ പോകുന്ന ആളുകളുടെയും പശ്ചാത്താപം, തൗബ അല്ലാഹു സ്വീകരിക്കുകയേ ഇല്ല. അത് അല്ലാഹു തടഞ്ഞു വെച്ചിരിക്കുന്നു. അവൻ അത് ബിദ്അത്ത് ഒഴിവാക്കി വരുന്നു പോണം. നമ്മൾ ബിദ്അത്തും ചെയ്തുകൊണ്ട് പടച്ചവനോട്
പശ്ചാത്തപിച്ചാൽ പടച്ചവനോട് നമ്മുടെ ആഗ്രഹങ്ങൾ പ്രയാസങ്ങളൊക്കെ പങ്കുവെച്ച് ദ്വാ ഇരുന്നാൽ ആ പ്രാർത്ഥനയൊന്നും പടച്ചവൻ സ്വീകരിക്കൂല, പരിഗണിക്കൂല, അതവിടെ മാറ്റിവെക്കും. ഇവൻ ഈ പുതിയ ആചാരം ഒഴിവാക്കുവോളം എന്ന് അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ 2-3 ദിവസം മുമ്പ് നമ്മുടെ ഒരു പ്രസ്താവന കേട്ടു. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വലിയ യാഥാസ്ഥിതിക പണ്ഡിതൻ അദ്ദേഹം പറയുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കേശമാണ്, മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മുടി അതിതാ 1/2 സെന്റിമീറ്റർ കൂടി നീളം വെച്ചിരിക്കുന്നു. ഭയങ്കര ഭയഭക്തിയോടെ പറയുകയാണത്. കേട്ടിട്ട് ആളുകളൊക്കെ തക്ബീർ ചൊല്ലുകയാണ്. അറിയണം പ്രിയപ്പെട്ടവരെ, എന്താ ഇപ്പൊ അത് പറയാൻ കാരണം? റബീഉൽ അവ്വൽ പിറന്നിരിക്കുന്നു, മൗലൂദിന്റെ മാസമാണ്. കൊയ്യാനുള്ളത് എത്രയും അധികം കൊയ്യാനുള്ള അവസരമാണ് യാഥാസ്ഥികന്മാർക്കുള്ളത്. അത് ഏറ്റവും നല്ല രീതിയിൽ കൊയ്തെടുക്കാൻ വേണ്ടി ഇട്ട ഒരു വിളയാണത്. പണം വാരി എറിയാൻ അവശനായി, ക്ഷീണിതനായി, ഇനി ഇത്രയുണ്ട്. എന്നിട്ട് പോലും വിദഗ്ധത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പണം കൊയ്യാനുള്ള ആർത്തി പണ്ഡിതന്മാർ ഉപേക്ഷിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ആ റബീഉൽ അവ്വലിലാണ് നമ്മളുള്ളത്. ഈ റബീഉൽ അവ്വലിൽ നടന്നു വരുന്ന ഒരു ഏർപ്പാടാണല്ലോ നബിദിനം. എന്താണ് നബിദിനം എന്നുള്ളത്? അത് പ്രവാചകൻ കാണിച്ചു തരാത്ത ഒരു ഏർപ്പാടാണ്. മൗലൂദ് പോലുള്ള ഒരുപാട് കാര്യങ്ങൾ, അതിലൊരുപാട് അനാചാരങ്ങളുണ്ട്. അതൊക്കെ പിന്നീട് വിശദീകരിക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയ ഒരു കാര്യം പറയട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ഉണർത്തിയെന്ന് ഒരു സ്വഹാബി പറയുകയാണ്. ഞങ്ങളുടെ ഹൃദയങ്ങളെ ഭയപ്പെടുത്തി കണ്ണുകളെ നനയിപ്പിച്ച ഒരു ഉണർത്തായിരുന്നു അത്. ഞങ്ങൾ പറഞ്ഞു, പ്രവാചകരെ, ഇതൊരു വിടവാങ്ങൽ പ്രസംഗം പോലെയുണ്ടല്ലോ, ഇതൊരു വിടവാങ്ങലാണല്ലോ, പ്രവാചകൻ വിട പറയുകയാണോ? അവരൊക്കെ ബേജാറായി പ്രയാസപ്പെട്ടുകൊണ്ട് പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഉപദേശം എന്താണോ ഇനി വേണ്ടതൊക്കെ ഈ മതത്തിന്റെ പൂർത്തീകരണത്തിന് ഞങ്ങളും ഞങ്ങളുടെ തലമുറയൊക്കെ ഇനി എന്തൊക്കെ അനുഷ്ഠിക്കണമെന്നതിന്റെ പൂർണ്ണമായൊരു അറിയിപ്പ്, അല്ലെങ്കിൽ അതിൽ ബാക്കി വല്ലതുമുണ്ടോ, ഉണ്ടെങ്കിൽ അതൊന്ന് ഉപദേശിച്ചു തന്നാലും, ഞങ്ങൾക്ക് അന്ത്യോപദേശം നൽകിയാലും. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, ഇത്തഖുല്ലാഹ്. ഒരു അടിമയാണ്, ഒരു നീഗ്രോയാണ്, ഒരു കറുത്തവനാണ്, ഒരു സ്വാധീനമില്ലാത്തവനാണ്, ഒരു ദുർബലനാണ് നിങ്ങളെ ഭരിക്കുന്നതെന്നാലും അവനെ നിങ്ങൾ അനുസരിച്ചേക്കണം. ഭരണകർത്താവിന്റെ യോഗ്യത അയാൾ ഭരണകർത്താവും ഇഖ്ലാസും ഉള്ളവനാണോ എന്നുള്ളതാണ്. അയാളുടെ ശരീരപുഷ്ടിയോ അതും നിറമോ വേഷമോ തറവാടോ ഒന്നും ആവരുത്. എങ്കിലേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമൂഹം സമാധാനപരമൊരവസ്ഥയിലേക്ക് വരികയുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ തന്നെ വേണം അധികാരി, എന്റെ തലമുറ തന്നെ വേണം അധികാരികൾ എന്ന ചിന്തയിലേക്ക് ആളുകൾ പോവുകയും അത് പിന്നീട് ഭിന്നതയുമായി തീരുകയും ചെയ്യും. തുടർന്ന് പ്രവാചകൻ പറയുകയാണ്, എനിക്ക് ശേഷം ജീവിക്കുന്നവരിൽ ഒട്ടേറെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. നിങ്ങൾ ഞാൻ സ്വീകരിച്ച മാർഗം, സുന്നത്തിന്റെ മാർഗം തന്നെ സ്വീകരിക്കണം. സച്ചരിതരായ നല്ലവരായ സഹാബികളുടെയും മാർഗം നിങ്ങൾ പിന്തുടരണം. അണപ്പല്ലുകൊണ്ട് ആ ചര്യ അണപ്പല്ലുകൊണ്ട് നിങ്ങൾ മുറുക്കി പിടിക്കണം. അത് കുതറിപ്പോവരുത്, അത് വീണു പോകരുത്, മുറുകെ പിടിച്ചുകൊണ്ടിരിക്കണം. വയ്യാക്കുമുൽ മുഹദ്ദസാത്തിൽ ഉമൂർ, നിങ്ങൾ പുതിയ ആചാരങ്ങളെ സൂക്ഷിക്കണം. ഫഇന്ന കുല്ല മുഹദ്ദസത്തിൻ ബിദ്അ, എല്ലാ പുതിയതും ബിദ്അത്താണ് കേട്ടോ. ആ ആചാരം തിന്മയാണ്, അത് നരകത്തിലേക്കായിരിക്കും കൊണ്ടുപോവുക. കുറെ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചിട്ടുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് തുടരെ അടുത്ത ഖുതുബയിലൊക്കെ കാര്യങ്ങൾ കൂടുതലായിട്ട് വിശദീകരിക്കാം. ഒന്ന് മനസ്സിലാക്കുക, ഇവിടെ കണ്ടുവരുന്ന റബീഉൽ അവ്വലിൽ കണ്ടുവരുന്ന മൗലൂദ് പോലുള്ള ആഘോഷങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടില്ല. പ്രവാചകന്റെ സഹാബികൾ ആരും, ഖുലഫാഉർ റാഷിദീങ്ങൾ ആരും നിർവഹിച്ചില്ല. പ്രവാചകന്റെ തൊട്ടടുത്ത നൂറ്റാണ്ട്, ആ നൂറ്റാണ്ടുകളിലൊന്നും അത് ഉണ്ടായിട്ടില്ല. പുതിയ ആചാരമാണത്. ആ ആചാരത്തെ വെടിഞ്ഞുകൊണ്ട് പടച്ചവനിൽ പരിപൂർണ വിശ്വാസത്തോടെ
പ്രവാചകൻ എന്ത് പഠിപ്പിച്ചോ, ഖുർആൻ എന്ത് നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചോ അതനുസരിച്ച് ജീവിക്കാനുള്ള പ്രയത്നമാണ് ഉണ്ടാവേണ്ടത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.